ഭാര്യയുടെ കള്ളം കയ്യോടെ പൊക്കണോ സാറേ? എൻ്റെ ഭാര്യയുടെ സകല കള്ളത്തരം പൊക്കി തരണം. എന്ത് വേണമെങ്കിലും തരും. എൻ്റെ ഒരു കിഷണി വേണമെങ്കിൽ തരാം. എനിക്ക് 3 മക്കളെ സാറേ. 10 മത്തി മേടിച്ച് 10 വറുത്താൽ ഒരെണ്ണം എനിക്ക് കിട്ടുന്നത്. എന്തൊക്കെയോ കള്ളത്തരങ്ങളും നിഗൂഢതകളുണ്ട് സാറേ. എൻ്റെ ചങ്ക് വേണമെങ്കിലും പകുതി തരാം. എൻ്റെ ഭാര്യയുടെ കള്ളത്തരം പൊക്കി തരാം. ഭർത്താവിൻ്റെ ഒളിച്ചുകളി അറിയണോ? ചതിക്കരുത്. ഭർത്താവിൻ്റെ കള്ളത്തരം പൊക്കരുത്. പുള്ളി ഭാര്യയുടെ മാത്രം. 3 പിള്ളേരുള്ളതാ. എൻ്റെ കള്ളത്തരം പൊക്കാൻ നിന്ന മക്കള് വഴിയാതരവും. ഭാര്യയുടെ മാത്രം പൊക്കി തന്നാൽ മതി. മക്കളുടെ ലവ് റിലേഷൻ അതായിട്ടില്ല. ചെറിയ പിള്ളേരാ. അല്ലാതെ ഇവിടുത്തെ ആവശ്യം വരുമ്പോൾ നോക്കാം. ഇതിനെന്ത് ചെയ്യേണ്ടി വരും അറിയണോ? പുറത്തു വിടരുത്, രഹസ്യമായിട്ട് ചെയ്യുക. ഇല്ല മല്ലയ്യ, ഇത് പുറത്തു വിടില്ല മല്ലയ്യ. ഈ രഹസ്യം സോഷ്യൽ മീഡിയയിലൂടെ അതീവ രഹസ്യമായിട്ട് പറഞ്ഞതുകൊണ്ട് തന്നെ മല്ലയ്യയും ഞാനുമല്ലാതെ മൂന്നാമതൊരാൾ അറിയില്ല. ഇത് സത്യവും ഇത് സത്യവും ഇത് സത്യവും. എല്ലാവരും ഉറയും കഴിയുമ്പോൾ, എല്ലാം നിശബ്ദമായി കഴിയുമ്പോൾ ആരുടെ കള്ളമാണോ പൊളിക്കേണ്ടത് അത് മനസ്സിൽ കരുതണം. കരുതിയിട്ട് യാ ലാഹിറു യാ അല്ലാ, യാ ലാഹിറു യാ അല്ലാ. ഇപ്പൊ ഈ പറഞ്ഞ യാ ലാഹിർ എന്ന ദിക്റ് അസ്മാഉൽ ഹുസ്നയിലല്ലേ? അള്ളാഹുവിന്റെ നാമല്ലേ? ഞാൻ മനസ്സിലാക്കിയതും പഠിച്ചതൊക്കെ യാ ലാഹിർ എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കുന്നവൻ. ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ സൃഷ്ടിജാലങ്ങളിലൂടെയും പടച്ച തമ്പുരാൻ അവൻ്റെ അസ്തിത്വത്തെ വ്യക്തമാക്കുന്നവൻ. ഏത് ഒരു കുഞ്ഞുറുമ്പിനെ എടുത്താൽ പോലും അള്ളാഹു ആകുന്ന സൃഷ്ടാവിൻ്റെ അസ്തിത്വത്തെ നമുക്ക് ലാഹിറാകും, വ്യക്തമാക്കി തരും. അങ്ങനത്തെ അള്ളാഹ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇതിനിങ്ങനെ അർത്ഥം ഉണ്ടായിരുന്നല്ലേ? അപ്പോൾ സകലണ്ണത്തിൻ്റെ രഹസ്യം പൊക്കണം. ഏതായിരുന്നാലും സുമേഷ് ഇവിടെ ഉണ്ട്. സുമേഷ് വന്നേ. ആ വിരലെന്ന് വെച്ചേ. കുഴപ്പമില്ലല്ലോ, നീ ഓക്കെ അല്ലേ? സെറ്റല്ലേ? അപകടമൊന്നുമില്ല? ഓക്കെ. എനിക്ക് ആ മൂക്കെന്ന് വെച്ച് നോക്കി. ഒരു കുഴപ്പമില്ല, വെക്കും. പേടിക്കണ്ട. മണ്ടാന ഹോസ്പിറ്റലിൽ 2 ബെഡ് ഫ്രീ ആയിട്ട് എടുക്കണം. വാ പോയിടാം.